ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ പേരുകൾ ഏതൊക്കെയാണെന്നും അറിയാത്ത, ഒരു പക്ഷേ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കിട്ടിയാൽ എങ്ങനെ അതിൽ എഡിറ്റ് ചെയ്യണമെന്ന് പോലും അറിയാത്തവരായിരിക്കും നിങ്ങൾ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതാണ് ഫൈനൽ കട്ട് പ്രോ FCP. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൽ പ്രീമിയർ ആയാലും എഡ്യൂസ് ആയാലും ഫിലിമോർ ആയാലും ഒരുപാടുണ്ടല്ലോ. ആ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് എന്നല്ല എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ ലൈഫിൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് FCP തന്നെയാണ്. മറ്റ് സോഫ്റ്റ്വെയറിനെക്കാട്ടിൽ അപേക്ഷിച്ച് എഡിറ്റിങ്ങിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് FCPയിൽ എഡിറ്റിംഗ് മെത്തേഡ്സ് ആയാലും അതിൻ്റെ എഫക്ട്സ് ആയാലും ട്രാൻസിഷൻസ് ആയാലും ഏത് രീതിയിലും നമ്മുടെ എഡിറ്റിങ്ങിനെ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഫൈനൽ കട്ട് പ്രോ. ഓക്കെ, സോഫ്റ്റ്വെയർ പരിചയപ്പെടാം. ഇതാണ് ഫൈനൽ കട്ട് പ്രോയുടെ ഇൻ്റർഫേസ്. ഫസ്റ്റ് സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിക്കാം. ഇവിടെയാണ് നമ്മൾ ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് പ്രീമിയറിലും എഡ്യൂസിലും ബിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഫൈനൽ കട്ട് പ്രോയിൽ ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെയായിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഫയൽസും ഓഡിയോ ഫയൽസും ഉണ്ടാകുന്നത്. വീഡിയോ ഫയൽസിനെ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ അറിയുന്നത് ഇവിടെയാണ്. ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഈ പോർഷനിലാണ് നമ്മൾ ടൈറ്റിൽസ് കറക്റ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല എഡിറ്റ് ചെയ്യുന്ന ഫുട്ടേജിൽ ഇപ്പോൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നതും. നമ്മളിപ്പോൾ വീഡിയോ ഫയൽസ് എഡിറ്റ് ചെയ്യുമല്ലോ, ഈ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഫയൽസിൽ നമ്മൾ എഫക്റ്റ് ചെയ്യും. ഈ എഫക്ട്സിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ എഫക്ട്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഇവിടെയാണ്. ഇതാണ് സ്റ്റോറി ലൈൻ. പ്രീമിയറിലായാലും എഡ്യൂസിലായാലും നമ്മൾ ടൈം ലൈൻ എന്നാണ് പറയുന്നത്. ഫൈനൽ കട്ട് പ്രോയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ. ബിക്കോസ് നമ്മൾ ഫുട്ടേജസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീലിലാണ് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെ എഡിറ്റ് ചെയ്ത് തുടങ്ങാമെന്നുള്ളതിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഫൈനൽ കട്ട് പ്രോയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ എഫക്ട്സും ട്രാൻസിഷൻസും. എഡ്യൂസും പ്രീമിയറും എഡിറ്റിങ്ങിനും ഓക്കെയാണ്. നമ്മുടെ എഡിറ്റിംഗ് സ്കില്ലിനെ വേറെ ലെവലിൽ കൊണ്ടെത്തിക്കാനായിട്ട് ഫൈനൽ കട്ട് പ്രോ നമ്മെ സഹായിക്കും. അതിൻ്റെ എഫക്ട്സ് ആയാലും ട്രാൻസിഷൻസ് ആയാലും കളർ കറക്റ്റ് ചെയ്യാനായാലും ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ വേറെ ഇല്ല. ഓക്കെ, അപ്പോൾ ഫൈനൽ കട്ട് പ്രോയിൽ ഇനി എങ്ങനെയാണ് ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് മുകളിലായിട്ട് ഫയൽ ന്യൂ, മൂന്നാമതായിട്ട് ലൈബ്രറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നമ്മൾ ഏത് വർക്കാണോ ചെയ്യുന്നത് അങ്ങോട്ടേക്ക് വേണം ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ 2TB ക്യാപ്ചറിൽ യൂട്യൂബ് ചാനലിൽ റൈറ്റ് സൈഡിലായിട്ട് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊടുക്കുന്നു. ഞാനിവിടെ ലൈബ്രറി എന്ന നെയിം കൊടുക്കുന്നു. നമ്മൾ ലൈബ്രറി എന്ന ആ ഫോൾഡറിന് നെയിം കൊടുക്കണം. കാരണം ഈ ലൈബ്രറി എന്ന ഫോൾഡറിനകത്താണ് നമ്മൾ ബാക്കപ്പും നമ്മൾ വേറൊരു ഫോൾഡർ ഉണ്ടാക്കി നമ്മൾ സേവ് ചെയ്യാനുള്ളത്. ഇവിടെയായിട്ടാണ് ഞാൻ നെയിം കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു, സേവ് ചെയ്യുന്നു. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ 2 ലൈബ്രറി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് 2 പ്രോജക്റ്റ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്കിൻ്റെ ലൈബ്രറിയും ഞാൻ അടുത്ത ചെയ്യാനായി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ലൈബ്രറിയും ഇതിലുണ്ട്. ഫൈനൽ കട്ട് പ്രോ യൂസർ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഫൈനൽ കട്ട് പ്രോ നമ്മളൊരു പ്രോജക്റ്റിൽ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നിന്നും നമുക്ക് വേറൊരു വർക്ക് ചെയ്യണം, അടുത്ത വർക്ക് സെറ്റ് ചെയ്യണം, അതിന് അടുത്ത പ്രോജക്റ്റ് അടുത്ത ലൈബ്രറി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ഏതാണോ, അതായത് ലൈബ്രറി ഏതാണോ അതിൽ നിന്നുകൊണ്ട് തന്നെ ഫയൽ ന്യൂ ലൈബ്രറി കൊടുത്ത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ലൊക്കേഷനിലോട്ട് നമ്മൾ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫൈനൽ കട്ട് പ്രോ ക്വിറ്റ് ചെയ്യുക. നമ്മൾ ലൈബ്രറി ക്രിയേറ്റ് ചെയ്തല്ലോ, ക്വിറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് എങ്ങനെ ഫൈനൽ കട്ട് പ്രോ ഓപ്പൺ ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലൈബ്രറി അല്ല നമുക്ക് വരുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഏതാണോ അതായിരിക്കും വരുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ ലൈബ്രറി ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഞാനിവിടെ ക്യാപ്ചറിൽ യൂട്യൂബ് ചാനൽ ലൈബ്രറി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിലിങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ലൈബ്രറി ഓപ്പൺ ആയി വരും. ഫൈനൽ കട്ട് പ്രോ ഓപ്പൺ ആകുന്നുണ്ട്. ഓക്കെ, ലൈബ്രറി ഓപ്പൺ ആയി വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ഇവിടെ സ്റ്റോറേജ് ലൊക്കേഷനിൽ മോഡിഫൈ സെറ്റിങ്സ് ബാക്കപ്പ് സെറ്റ് ചെയ്യണം. ഇവിടെ മീഡിയ ഉണ്ട്, മീഡിയ, മോഷൻ കണ്ടൻറ്റ്, ക്യാഷ് ഫയൽസ്, ബാക്കപ്പ്. നമുക്ക് ബാക്കപ്പാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വർക്കിലാണ് ഇതിൻ്റെ ബാക്കപ്പ് പോകുന്നത്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യണം. ഫൈനൽ കട്ട് പ്രോ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നമ്മൾ മീഡിയ നമ്മൾ നോക്കുക. നമ്മൾ ചെയ്യുന്ന വർക്ക് ലൊക്കേഷൻ, ഇപ്പം നമ്മൾ ഫുട്ടേജസൊക്കെ എവിടെയാണോ, ഏത് ഡ്രൈവിലാണോ ആ ഡ്രൈവിലേക്കാണോ മീഡിയ എന്ന് നോക്കിയാൽ മതി. ബാക്കി മോഷൻ കണ്ടൻസും ക്യാഷ് ഫയൽസും ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. നമുക്കിവിടെ ബാക്കപ്പ് മാത്രമാണ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ബാക്കപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് മൂന്നാമത് ചൂസ് എന്നൊരു ഓപ്ഷൻ കാണും. ചൂസ് എന്ന് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായ പുതിയ ലൈബ്രറി തന്നെയാണ് എങ്കിലും നമ്മളെ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ ഒരു പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും ലൈബ്രറിയിലോട്ടാണോ ബാക്കപ്പ് ചെയ്യുന്നത്. കാരണം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഡൗട്ട് ഉണ്ടാകും. പക്ഷെ നമുക്കിവിടെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. മുകളിലായിട്ട് ഞാൻ കറക്റ്റ് ഞാൻ ആ ലൈബ്രറി തന്നെ എടുത്തു, ബാക്കപ്പ് ന്യൂ ഫോൾഡർ കൊടുത്തു, റീനെയിം കൊടുത്തു,
സെറ്റ് ചെയ്തു, ചൂസ് കൊടുത്തു, ഓക്കെ കൊടുക്കുക. കറക്റ്റ് ഉണ്ട്. 2 TB ക്യാപ്ചർ വർക്ക്, യൂട്യൂബ് ചാനൽ, ലൈബ്രറിയിൽ ബാക്കപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ലൈബ്രറി ക്രിയേറ്റ് ആയി, അതായത് പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി, അതിൻ്റെ ബാക്കപ്പും ക്രിയേറ്റ് ആയി. അപ്പോൾ സോഫ്റ്റ്വെയറിൽ എങ്ങനെ വീഡിയോ ഫയൽസും ഓഡിയോ ഫയൽസും ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ എഡിറ്റിങ്സിൽ പല ട്രിക്സും മെത്തേഡ്സും എൻ്റെ അടുത്ത വീഡിയോസിലൂടെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.